ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. ഹലോ, വെൽക്കം ബാക്ക്. അപ്പോൾ വീണ്ടും ഞാനൊരു അടിപൊളി റെസിപ്പി ആയിട്ട് വന്നിട്ടുണ്ട്. അപ്പോൾ നേരെ നോക്കാം. അപ്പോൾ ഞാനിപ്പോൾ ഇവിടെ ചോക്ലേറ്റ് ഗനാഷ ഉണ്ടാക്കിയിട്ടുള്ളത് കുറച്ച് ബട്ടറും ചോക്ലേറ്റും കുറച്ച് ഫ്രഷ് ക്രീമും ആഡ് ആക്കിയിട്ട് ഡയറക്റ്റ് ഗ്യാസ് സ്റ്റൗവിൽ തന്നെ വെച്ചിട്ടാണ് ഈ ഗനാഷ ഉണ്ടാക്കിയിട്ടുള്ളത്. അപ്പോൾ ഇത് നല്ല കുറച്ച് എക്സ്പേർട്ട് ആയിട്ടുണ്ടെങ്കിൽ ഇങ്ങനെ ഡയറക്റ്റ് സ്റ്റൗവിൻ്റെ മീത്ത് വെച്ചിട്ട് ഉണ്ടാക്കാൻ പറ്റും. ഇല്ലാന്നുണ്ടെങ്കിൽ ഡബിൾ ബോയിൽ മെത്തേഡിൽ ഉണ്ടാക്കിക്കൊള്ളുക. ഇങ്ങനെ ആ ഒരു എക്സ്പെർട്ട്നെസ് ഇല്ലയെന്നുണ്ടെങ്കിലില്ല കുക്കിംഗ് ചോക്ലേറ്റിൽ നിന്ന് ഓയിലൊക്കെ റിലീസാവും. അതുകൊണ്ടാണ് പറഞ്ഞത്. നിങ്ങൾക്ക് അറിയുന്നില്ല എന്നുണ്ടെങ്കിൽ നിങ്ങളെ കൊണ്ട് പറ്റുന്നില്ല എന്നുണ്ടെങ്കിൽ ഡബിൾ ബോയിൽ മെത്തേഡിൽ ട്രൈ ആക്കിയിട്ട് നോക്കാം. ഇനിയിപ്പോൾ ഇത് 2 പഴം എടുത്തിട്ടുണ്ട്. അതിലിട്ട് 2 മുട്ട എടുത്തിട്ട് ബീറ്റാക്കുന്നുണ്ട് നല്ലവണ്ണം. കുറച്ച് വെനില എസൻസും കൂടി ഒഴിച്ച് കൊടുത്തിട്ട് ഇനിയിപ്പോൾ ഇത് മിക്സിയിൽ ഞാൻ 2.5 കപ്പോളം ഓട്സും 1/2 കപ്പ് മഖാന പിന്നെ 1/2 കപ്പോളം ഷുഗർ 1/2 കപ്പ് ഇട്ടിട്ടില്ല, ഒരു 2-3 വലിയൊരു സ്പൂണായിട്ട് ഇങ്ങനെ ഞാൻ ഇട്ട് കൊടുത്തിട്ടുള്ള ഷുഗർ നല്ലോണം കുറച്ചിട്ട് തന്നെ ഇട്ട് കൊടുത്തിട്ടുള്ളതാണ്. എന്നിട്ട് കുറച്ച് ഏലക്കായും കൂടി ഇട്ട് കൊടുത്തിട്ട് നല്ലോണം ഒന്ന് പൊടിച്ചെടുക്കുന്നുണ്ട്. എന്നിട്ട് അതും കൂടി ആഡ് ആക്കിയിട്ട് നല്ലോണം മിക്സ് ആക്കാം. എന്നിട്ട് ഇത് 2 ടേബിൾ സ്പൂൺ പാലിലോട്ടോ ഞാനിതിൽ 4 ടേബിൾ സ്പൂണുകൾ കൊക്കോ പൗഡറും കൂടി ആഡ് ആക്കിയിട്ട് ഒന്ന് മിക്സ് ആക്കാം. എന്നിട്ട് അതിലോട്ട് വീണ്ടും 1/2 കപ്പ് പാൽ ഒഴിച്ചിട്ടില്ലേ നല്ലോണം മിക്സ് ആക്കിയിട്ട് ഈ ബാറ്ററിലോട്ട് തന്നെ ഒഴിച്ച് കൊടുക്കുന്നുണ്ട്, നമ്മുടെ പഴവും ഓട്സും ഉള്ള ബാറ്ററിലോട്ടോ. എന്നിട്ട് ഞാൻ മെൽട്ടാക്കിയിട്ട് വെച്ചിട്ടുള്ള ചോക്ലേറ്റ് ഗനാഷ് ഇല്ല അത് ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് വീണ്ടും നല്ലോണം ഒന്ന് മിക്സ് ആക്കിയിട്ട് എടുക്കുന്നുണ്ട്. പിന്നെ ഒരു 2 ടേബിൾ സ്പൂണുള്ള ഓയിൽ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്, അത് കാണിക്കാൻ വിട്ടുപോയതാണ്. അതും കൂടി ഒഴിച്ച് കൊടുത്തിട്ട് മിക്സ് ആക്കിയിട്ട് ഇനിയിപ്പോൾ ഞാൻ ഏത് ബേക്കിംഗ് ട്രേയിൽ കുക്കാക്കുന്നുണ്ടോ ആ ട്രേയിലോട്ട് ഇത് ഒഴിച്ച് കൊടുക്കാൻ പോവാം. എന്നിട്ടിപ്പോൾ ഞാനിത് ഓവനിൽ കുക്കാക്കിയിട്ട് എടുക്കുന്നത്. ഇത് ബ്രേക്ക്ഫാസ്റ്റിൻ്റെ നേരത്താട്ടോ. അപ്പോൾ ഞാൻ വിചാരിച്ചു ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കുന്നത് വേണ്ട, ഈ ഓട്സിൻ്റെ ബ്രൂണിയില്ലേ ചോക്ലേറ്റിലാക്കിയിട്ടുള്ളത് അതന്നെ കഴിക്കാമെന്ന് വിചാരിച്ചിട്ട് ചെയ്യുന്നതാണ്. അപ്പോൾ ഇത് ഞാൻ 180 ഡിഗ്രി സെൽഷ്യസിൽ ഇപ്പം ഞാനിതൊരു 30 മിനിറ്റാണ് ബേക്കാക്കിയിട്ട് എടുക്കുന്നത്. അപ്പോൾ 10 മിനിറ്റ് ഞാൻ പ്രീ ഹീറ്റാക്കി വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് കഴിഞ്ഞിട്ടാണ് ഞാൻ 30 മിനിറ്റ് സെറ്റാക്കിയിട്ട് കൊടുത്തിട്ടുള്ളത്. 180 ഡിഗ്രി സെൽഷ്യസിലായിട്ടോ ഞാൻ കുക്കാക്കി എടുക്കുന്നത്. അങ്ങനെ ഇതിപ്പോൾ ഇവിടെ ആ നേരത്ത് ആ കുക്കാക്കുന്ന നേരത്ത് ചപ്പാത്തി റെഡി ആയിട്ടുണ്ട്. ഇനിയിപ്പോൾ ഇതാ നമ്മുടെ ഓട്സ് ബ്രൂണിയും കൂടി റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഞാൻ ബട്ടർ പേപ്പറൊക്കെ വെച്ചിട്ടാണ് കേട്ടോ ഇതിൽ ഇങ്ങനെ സെറ്റാക്കിയിട്ടുള്ളത്. കാരണം എന്ന് വെച്ചാൽ ചൂടോടെ തന്നെ എടുത്ത് കഴിക്കണമെന്നുണ്ടായിരുന്നു എനിക്ക്. അതുകൊണ്ടാണ് ഞാൻ ബട്ടർ പേപ്പർ വെച്ച് കൊടുത്തത്. അല്ലാന്നുണ്ടെങ്കിൽ സാധാരണ ഞാൻ ബട്ടർ പേപ്പർ വെക്കാറേ ഇല്ല. നല്ലോണം തണുത്ത് കഴിഞ്ഞാൽ നമുക്ക് ഈസിലി ഡീമോൾഡൊക്കെ ചെയ്യാൻ പറ്റും. ഇനിയിപ്പോൾ കട്ടാക്കാം. അപ്പോൾ കട്ടാക്കുമ്പോൾ ഇത് നല്ല ചൂടുള്ളത് കൊണ്ട് തന്നെ പൊടിഞ്ഞിട്ടും പോകുന്നുണ്ട്. അതുകൊണ്ട് തന്നെ നല്ലൊരു ജാഗ്രതയിൽ നമുക്കിത് കട്ടാക്കണം. അപ്പോൾ ഇതിൻ്റെ ഉള്ളൊക്കെ നിങ്ങൾക്ക് കാണാൻ പറ്റും, നല്ല കുക്കായിട്ടുണ്ട്. ഉള്ളിൽ നല്ല അടിപൊളിയായിട്ടുള്ള ബനാന ഓട്സും മക്കാന ബ്രൂണിയാണ് കേട്ടോ ഇത്. പിന്നെ അധികം ഷുഗറൊന്നും ആഡ് ആക്കിയിട്ടില്ല ഞാൻ, അതുകൊണ്ട് തന്നെ നല്ല ഹെൽത്തി ആയിട്ട് തന്നെ ഉണ്ട് കേട്ടോ ഈ ബ്രൂണീസ്. അപ്പോൾ ഇതിപ്പോൾ ഞാൻ ബ്രേക്ക്ഫാസ്റ്റിന് നേരത്തെ കഴിച്ചിട്ടുള്ളത്. അപ്പോൾ ചപ്പാത്തി ഉണ്ടായിരുന്നു, ഒരു ദിവസത്തെ മുന്നത്തെ ചിക്കൻ കറിയും ഉണ്ടായിരുന്നു, പിന്നെ കോഫി ബ്രൂണി അങ്ങനെയാണ്. അപ്പോൾ ഞാൻ ചെറുതായിട്ടൊരു ഡയറ്റ് ഫോളോ ആക്കുന്നുള്ളതുകൊണ്ട് എനിക്ക് ഇങ്ങനെയാണ് കേട്ടോ ബ്രേക്ക്ഫാസ്റ്റ്. താങ്ക് യു, ടേക്ക് കെയർ, ബൈ.